നമസ്കാരം. വാശിയേറിയ ത്രികോണ മത്സരം നടക്കുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ സമയം കൃത്യം അർദ്ധരാത്രി 12 മണിയാണ്. 12 മണിക്ക് BJPയുടെ സ്ഥാനാർത്ഥി NDയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ അമ്പലപ്പുഴ ഭാഗത്താണ് ഉള്ളത്. ഈ 12 മണി സമയത്തും താങ്കളെ പ്രതീക്ഷിച്ച് നിരവധി ആളുകൾ നിൽക്കുന്നു, അമ്മമാർ നിൽക്കുന്നു, കൈക്കുഞ്ഞുങ്ങൾ അടക്കമുള്ളവർ നിൽക്കുന്നു. എങ്ങനെയാണ് ഇവിടുത്തെ പൾസ്? തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാനിത് നോക്കിക്കാണുന്നത്. ഇപ്പോൾ ഇവർ പറഞ്ഞു കേട്ടില്ലേ, അതായത് ധാരാളം ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ മഴ പൊടിച്ചതുകൊണ്ട് കുറേ പേര് അവർ വീട്ടിലേക്ക് പോയി. ഇന്നലെയൊക്കെ ശരിക്കും എൻ്റെ ഇന്നലത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് 2 മണിക്കാണ് അവസാനിക്കുന്നത്. അപ്പോൾ അതാരെങ്കിലും വിശ്വസിക്കുമോ? ഇന്നിപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വന്നതുകൊണ്ട് നിങ്ങൾക്കത് നേരിൽ കാണാൻ സാധിച്ചു. എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ മനസ്സിനകത്ത് വല്ലാത്ത വേദനയാണ്. അവർക്ക് ഒന്നും കിട്ടാത്ത ഒരു മണ്ഡലം. നോക്കൂ, അരൂര് മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള പ്രദേശങ്ങളിൽ വികസനം എന്നുള്ളത് വെറും വാക്ക് മാത്രമാണ്, വാഗ്ദാനം മാത്രമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ മനസ്സിനകത്ത് പ്രതിഷേധമുണ്ട്. ഞങ്ങളുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചാണെങ്കിൽ പാർട്ടി നല്ല രീതിയിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം. മോദിജിയുടെ ഓരോ തവണയും കേരളത്തിലേക്കുള്ള വരവ് എൻ്റെ സഹപ്രവർത്തകരെ കൂടുതൽ പ്രവർത്തിക്കാൻ അവർക്ക് ഊർജം കിട്ടുകയും ഈ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ഞങ്ങൾ വിജയത്തിൽ കുറഞ്ഞതായിട്ടൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ കരുത്താണ് ഇവിടെ കണ്ടിട്ടുള്ള എൻ്റെ മുഴുവൻ സഹപ്രവർത്തകരും. അവർ ഈ ബൂത്തിനകത്തുള്ള ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. തൊട്ടടുത്ത സ്വീകരണ യോഗത്തിലാണെങ്കിൽ ആ ബൂത്തിലെ ആളുകളെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ അത്രയും ആളുകൾ എണ്ണയിട്ട യന്ത്രം പോലെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനം അവർ നടത്തുന്നു. വീടുകൾ കയറുന്നു. കഠിനമായിട്ടുള്ള വെയിലിനെ അതിജീവിച്ചുകൊണ്ടും അവർ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസന പ്രശ്നങ്ങൾ മോദിജിയുടെ അരികിൽ ചെന്നിരുന്ന് പറയാൻ അവരുടെ ശോഭ മതി എന്ന് അവർ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് BJPയിലേക്ക് ഓരോ ദിവസം 50 പേരാണ് കഴിഞ്ഞ ദിവസം മുല്ലക്കൽ പ്രദേശത്ത് നിന്ന് 50 ക്രിസ്ത്യൻ കുടുംബങ്ങളാണ് പാർട്ടിയിലേക്ക് വന്നത്. ഞാൻ തന്നെയായിരുന്നു വിഷുവിന്റെ ഉച്ചയ്ക്ക് ശേഷം അവരെ പോയി സ്വീകരിച്ചത്. ഇനി ചേർത്തലയിൽ അതുപോലെ വലിയൊരു പരിപാടി നടക്കാൻ പോവുകയാണ്. ഓരോ പ്രദേശങ്ങളിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് BJPയിലേക്ക് വരുന്നത് നരേന്ദ്രമോദിജിയെ കണ്ടിട്ടാണ്. അപ്പോൾ നരേന്ദ്രമോദിജി പറയുന്നത് പ്രവർത്തിക്കുന്നു. അപ്പോൾ പറയുന്നത് പ്രവർത്തിക്കാൻ മാത്രം ഇഷ്ടമുള്ള മോദിജിയോടൊപ്പം ചേരാനായിട്ട് ആളുകൾ കൂടുതൽ ആഗ്രഹിക്കും. അത് ഞങ്ങളുടെ പ്രവർത്തനത്തിന് ഊർജവും അതുപോലെ തന്നെ ഞങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തുമായിട്ട് മാറുകയാണ്. ഇപ്പം നമ്മുടെ പകല് നല്ല ചൂടാണ് എല്ലാ സ്ഥലത്തും. രാത്രി ഇപ്പം 12 മണിയായിരുന്നു. ഇപ്പം ലാസ്റ്റ് പ്രോഗ്രാമായി എന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ പാർട്ടി പ്രവർത്തകരിൽ തന്നെയാണോ എനർജി കിട്ടുന്നത്? അല്ല, തീർച്ചയായിട്ടും പാർട്ടി പ്രവർത്തകരിൽ നിന്നും അതുപോലെ തന്നെ മോദിജിയുടെ ഓരോ പ്രസംഗങ്ങളും ഇതെല്ലാം തന്നെ നമുക്ക് ഊർജ്ജമാണ്. മാത്രവുമല്ല, ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരുപാട് ബലിദാനികളുള്ള വീടുകൾക്കകത്ത് പാവപ്പെട്ട അമ്മമാർ, മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരും ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യമാരും ഒക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉടമകളാണ് ഞങ്ങൾ. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ ഏറ്റെടുത്ത കാര്യത്തെ പരിസമാപ്തിയിൽ എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ദൃഢനിശ്ചയമാണ്. അത് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് മാത്രമല്ല. ഇതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നമ്മൾ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ്, രാജ്യം, അതാണ് ഫസ്റ്റ്. അപ്പോൾ ആ ഒരു രാജ്യത്തിന് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറെ കൂടുതൽ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത്. ഇവിടെയും ഞങ്ങൾക്ക് ബലിദാനികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് എൻ്റെ ഊർജം എന്ന് പറയുന്നത് കഠിന പ്രയത്നം ചെയ്യുന്ന എൻ്റെ പ്രവർത്തകർ തന്നെയാണ്. അപ്പോൾ ആ പ്രവർത്തകർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരാൾ പോലും 2 or 3 ഇടങ്ങളിലെ പരിപാടി അത് ക്യാൻസൽ ചെയ്യണമോ എന്നതിനെക്കുറിച്ച് വൈകുന്ന സമയത്ത് ആലോചന വരും. ഞാനപ്പോൾ ഇദ്ദേഹമാണ് ഇവിടുത്തെ നിയോജകമണ്ഡലത്തിൻ്റെ അധ്യക്ഷൻ മിസ്റ്റർ ബാബുരാജ്. അദ്ദേഹം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയും, നടന്നു തളർന്നു. അപ്പം നടന്നു തളർന്നുവെങ്കിൽ അല്ലെങ്കിൽ വാഹനത്തിൽ നിന്ന് പോയി ആളുകളെ കണ്ട് നമുക്ക് ക്ഷീണമുണ്ടെങ്കിൽ നമുക്ക് അവരെ വിളിച്ച് പറഞ്ഞിട്ട് ക്യാൻസലാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണോ എന്ന് ഒരു സ്നേഹത്തിന്റെ പേരിൽ ചോദിക്കുകയാണ്. അദ്ദേഹത്തിനും ആഗ്രഹം എല്ലാ സ്ഥലത്തും എത്തണമെന്ന് തന്നെയാണ്. ഞാൻ പറയുന്നത് 4 പേർ എന്നെ കാത്തിരിക്കുന്നുണ്ടെങ്കിലും അത് അർദ്ധരാത്രി 12 മണിക്ക് ശേഷം 2 മണിയായാലും അവിടെ പോകണം എന്നുള്ള തീരുമാനമാണ്. ആ തീരുമാനം എടുത്തുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും. ഒറ്റ ചോദ്യം കൂടെ, ഇപ്പോൾ കോൺഗ്രസും അതോടൊപ്പം തന്നെ CPM ആശങ്കപ്പെടുന്നത് ആരുടെ വോട്ടായിരിക്കും ശോഭാ സുരേന്ദ്രനെ കൊണ്ടുപോകുക എന്നുള്ള വലിയ ആശങ്ക അവർക്കറിയുന്നുണ്ട്. ആരുടെ വോട്ടാണ് താഴെക്കുന്നത്? കോൺഗ്രസുകാരുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നല്ലവരായിട്ടുള്ള പ്രവർത്തകന്മാരുണ്ടല്ലോ, നാട് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വഴിപഴച്ച പോക്ക് കണ്ട് വേദനിക്കുന്നവർ, കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഓർത്ത് പരിതപിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾ, അതായത് ആറ്റിങ്ങലിലെ പൊന്നാപുരം കോട്ടയെ പൊളിച്ച് ഇടതുപക്ഷത്തിന്റെ 10% വോട്ട് എനിക്ക് അന്ന് എൻ്റെ പ്രവർത്തകർക്കും എനിക്കും കൂടി നമുക്ക് അവിടെ നിന്ന് ശേഖരിക്കാൻ സാധിച്ചുവെങ്കിൽ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിനേക്കാളും
നല്ല സ്നേഹമുള്ള സമൂഹത്തോട് കമ്മിറ്റ്മെന്റ് ആയിട്ടുള്ള കുറെ ആളുകൾ ഇവിടെ ഉണ്ട്, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടു കൂട്ടരുടെയും വോട്ടുകൾ ഞങ്ങൾ ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചൊരുക്കൂട്ടും. അത് വിജയത്തിൽ കുറഞ്ഞതായിട്ട് ഒന്നുമില്ല. വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ ആവശ്യമായിട്ടുള്ള പണികൾ ഓരോ ബൂത്തുകളിലും ചെയ്യണമെന്നാണ് ഞാൻ എന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും രാത്രി 12 മണിക്ക് ശേഷവും ഇപ്പോഴും ശോഭാ സുരേന്ദ്രൻ വളരെ ഊർജ്ജസ്വലമായി ഈ പ്രവർത്തന രംഗത്ത് സജീവമാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്ന് രാവിലെ 6 മണിക്ക് തുടങ്ങിയ പ്രയാണം ഇപ്പോഴും തുടരുകയാണ്. ഏകദേശം 18 മണിക്കൂർ കഴിഞ്ഞ് 19ാമത്തെ മണിക്കൂറിലേക്ക് ശോഭാ സുരേന്ദ്രന്റെ ഇന്നത്തെ പ്രചരണ പരിപാടികൾ തുടരുകയാണ്. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? അകത്തേക്ക് വന്നിട്ട് ഈ കസേരയിൽ ഇരിക്കണം, ഞാൻ പ്രസംഗിക്കണമെങ്കിൽ. രണ്ട് വാക്ക് പറയണോ? സജീഷൊക്കെ അകത്തോട്ട് പോവാ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നേരം ഏറെ വൈകിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. 8 മണിക്ക് വരേണ്ട സാഹചര്യത്തിൽ ഇപ്പൊ വളരെയേറെ വൈകിയിരിക്കുന്നു. ദീർഘമായിട്ട് സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പ്രദേശത്താണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു പ്രവർത്തനവും ഈ ഭാഗത്തില്ല എന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ എഴുതുകയുണ്ടായി. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു, ഭാരതീയ ജനതാ പാർട്ടിയിൽ നമ്മുടെ കാര്യം എന്തായാലും സലാം MLA നോക്കണം. ഈ മണ്ഡലം വികസിപ്പിക്കാൻ സലാം MLAക്ക് പറ്റുമോ? ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാൻ, വീടുകൾ കൊടുക്കാൻ, പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിച്ചില്ല. എനിക്കെതിരെ ഈ സലാം MLA ഇന്ന് നിലയിൽ തുടങ്ങിയ പണിയല്ല. ഞാൻ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ മലപ്പുറത്തും കോഴിക്കോടുമുള്ള തീവ്രവാദ സംഘടനയുടെ നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി കഴക്കൂട്ടത്ത് ഒരു വ്യാജ ഓഡിയോ ഇറക്കിയ ആളാണ് നിങ്ങളുടെ സ്ഥലം. ഞാൻ ഈ മഹാരോഗ കാണണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തില് ഇന്ന നിയോജക മണ്ഡലത്തിലാണ്. കാരണം ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ പെട്ടെന്ന് വന്ന് ഒരു സ്ഥാനാർത്ഥി ആയ ആളാണ്. അതായത് എന്റെ സംസ്ഥാന ഘടകവും ദേശീയ ഘടകവും ആലപ്പുഴയിൽ എനിക്ക് മത്സരിക്കാൻ സാധിച്ചു. ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ പോലെ വികസനമില്ലാത്ത ഒരു മണ്ഡലം കേരളത്തിലുണ്ടോ എന്ന് തന്നെ സംശയമാണ്. പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും MLAയും MP-യും മുഖ്യമന്ത്രിയും ഒക്കെ ഒരു പാർട്ടിക്കാരൻ അല്ലെ. അങ്ങനെയുള്ള സ്ഥലത്ത് പോലും സാധാരണക്കാരനെ ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കാൻ സാധിക്കുന്നില്ല. ഒരു തവണ MLA സലാം പറഞ്ഞത് എനിക്ക് മഞ്ഞൾ കൃഷിയാണ് എന്നാണ്. മഞ്ഞൾ കൃഷി ഇത്ര മോശം പരിപാടിയാണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഞങ്ങൾ കുറെ സ്ത്രീകൾ ചേർന്ന് മഞ്ഞൾ കൃഷി നടത്തുന്നുണ്ടായിരുന്നു. കുഴപ്പമുണ്ടോ? പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എല്ലാവരോടും കളിക്കുന്നത് പോലെ ശോഭാ സുരേന്ദ്രനോട് വേഷം കെട്ടുമായിട്ട് സലാം വന്നു കഴിഞ്ഞാൽ എന്താണ് കേസ്, കോടതി എന്നൊക്കെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും. പിന്നെ അടുത്തു വന്നിട്ടാണ് ഇല്ലാത്ത ആരോപണം സലാം ഇപ്പൊ ഉന്നയിച്ചതുപോലെ അടുത്തു വന്നിട്ടാണെങ്കിൽ
നല്ല കൈക്കോട്ട് കൊണ്ട് മണ്ണ് കളച്ച് മറിച്ച് അത്യധ്വാനം ചെയ്ത കരുത്തുള്ള കൈയാണ്. അടിച്ച് കാരണക്കുട്ടി പൊളിക്കാൻ രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ പിന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല. തീവ്രവാദികളുടെ പണം വാങ്ങി, കരിമണൽ കർത്തയുടെ പണം വാങ്ങി, അത് മുൻ MP ആരിഫിന് എത്തിച്ചു കൊടുക്കുന്ന പണിയാണ് ഈ MLA സലാമിന്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ സലാമ് സ്വന്തം സജാവനെ കൊലപ്പെടുത്തിയല്ലോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സജീവനെ തോട്ടപ്പള്ളിയിലെ സമരത്തിന് പോയ കരിമണൽ കർത്തയ്ക്കെതിരെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇല്ലാത്ത ആരോപണങ്ങൾ കഴക്കൂട്ടത്തെ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ ഇവിടുത്തെ തീവ്രവാദികളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അത് കഴക്കൂട്ടത്ത് ഇറക്കിയിട്ടും 2ാം സ്ഥാനത്ത് വരാൻ ശോഭാ സുരേന്ദ്രൻ ആയിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ സ്വന്തം കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് സലാം എഗ്രിമെന്റിനകത്ത് പോയിരുന്നത് കഴിക്കുക എന്നുള്ളതല്ലാതെ ഒരു പ്രൊജക്ട് ആലപ്പുഴയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുൻ MP സലാമിന്റെ നേതാവ് ചെയ്തോ? ഇല്ലല്ലോ. കയർ മേഖല പൂട്ടി, കയർ ബോർഡ് ചെയർമാനുണ്ട്. ഒരു ചർച്ച കയർ ബോർഡിന്റെ ചെയർമാനുമായിട്ട് നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഇവിടുത്തെ പാവപ്പെട്ട മത്സ്യമേഖലയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? മത്സ്യമേഖലയിലെ ജനങ്ങൾ നോക്കി നിൽക്കുക, അവരുടെ വീടുകൾ കടലെടുത്ത് കൊണ്ടുപോകുമ്പോ പുലിമുട്ട് നിർമ്മാണം നടത്തണമെന്ന് പറയാൻ വേണ്ടിയിട്ട് MLA കൊടുത്ത ഒരു പരാതിയുടെ കോപ്പി ഉണ്ടോ MP-ക്ക്? ഇല്ല. MP-ക്ക് പദ്ധതിയുണ്ട്? ഇല്ല. ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ MP 19 കോൺഗ്രസിന്റെ MP-മാരും ദേശീയ തലത്തിൽ പോയി നരേന്ദ്രമോദിയോട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു നിർണായകമായ പദ്ധതി പോലും സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അടിവരയിട്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ട് വോട്ട് മതി എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ. കാരണം 10 വോട്ടിന് വേണ്ടി രാജ്യദ്രോഹികളെ പണം പറ്റിക്കൊണ്ട് രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യാനല്ല ഞങ്ങളൊന്ന് പൊതുപ്രവർത്തനവുമായിട്ട് രംഗത്ത് വരുന്നത്. ഞങ്ങൾക്ക് ആദ്യം രാജ്യം, അത് കഴിഞ്ഞിട്ടേ രാഷ്ട്രീയ പ്രവർത്തനമുള്ളൂ. അത് മനസ്സിലാക്കാൻ ഇവിടുത്തെ ചില ആളുകൾ തയ്യാറാകണം എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഈ നിയോജകമണ്ഡലത്തിൽ ഞാനിന്ന് തുടക്കം മുതൽ ഈ നിമിഷം വരെ ഞാൻ ഈ വിഷയങ്ങളെല്ലാം പറയാൻ കാരണം, ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നിങ്ങളുടെ ശോഭയ്ക്ക് ഒരാളുടെ സർട്ടിഫിക്കറ്റും വേണ്ട. ഞാൻ ഈ പണി തുടങ്ങിയത് 13 വയസ്സിലെ ബാലഗോകുലത്തിൽ RSSന്റെ മുഴുവൻ സമയ പ്രവർത്തകയായി 21 വയസ്സ് വരെ പ്രവർത്തിച്ച് ബാലഗോകുലത്തിന്റെ ഭഗിനി പ്രമുഖായി, അത് കഴിഞ്ഞ് യുവമോർച്ചയിൽ 2 തവണ ജില്ലാ വൈസ് പ്രസിഡന്റായി, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റായി, മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ട് 2 ടേം പ്രവർത്തിച്ചു. 6-8 വർഷമായിട്ട് കേന്ദ്രത്തിൽ നഡ്ഡാജിയോടൊപ്പം, അമിത്ഷാജിയോടൊപ്പം, രാജ്നാഥ് സിംഗിനോടൊപ്പം ഓൾ ഇന്ത്യയിൽ 5 പേരിൽ ഒരാളായിട്ട് എന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തന രംഗത്തിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കൂലിപ്പണിക്ക് പോയിട്ടുള്ള ഒരു അച്ഛന്റെയും അമ്മയുടെയും മകളായി ജനിച്ച എനിക്ക് അത് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സലാമിന്റെ പാർട്ടിക്ക് പറ്റില്ല. പറ്റോ? പോളിറ്റ് ബ്യൂറോയിൽ ഒരു മെമ്പർ, ആര്? പ്രകാശ് കാരാട്ടിന്റെ ഭാര്യ ആയതുകൊണ്ടാണ് അവിടെ കിട്ടിയത്. ഒരു SC വിഭാഗത്തിന് ഒരാളുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി ഇങ്ങനെയുള്ള ഏറ്റവും അടിത്തട്ടിൽ കുടിലിൽ നിന്ന് വളർന്നു വന്നവർക്ക് വരെ അഖിലേന്ത്യാ തലത്തിൽ എത്താൻ സാധിക്കുന്ന അത്രയും നല്ലൊരു പ്രസ്ഥാനം അവരെ കാണാൻ BJPയുടെ പ്രവർത്തകന് പോകണം. അവരോട് പറയണം, നിങ്ങൾ AK ഗോപാലിനെയും EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെയും സഖാവ് കൃഷ്ണപിള്ളയെയും ഒക്കെയാണ് നിങ്ങൾ സ്നേഹിച്ചത്, ആരാധിച്ചത്. അവരോട് ചോദിക്കണം, ഇന്ന് അതാണോ സ്ഥിതി? ഇന്ന് കുറെ കള്ളന്മാർ ഈ പാർട്ടിയുടെ ചുമതലകളിൽ കയറിക്കൂടിയിരുന്നു. നിങ്ങളുടെ ഏത് കാര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കളിയാക്കാത്തത്? രാജ്യത്തെ മറ്റു മുഖ്യമന്ത്രിമാർ പിണറായി നടന്നു പോകുന്ന സമയത്ത് പറയുന്നത് സ്വർണ്ണക്കടത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ഈ പോകുന്നത്. ഇത്രയും നാണം കെട്ട ഒരു മന്ത്രിസഭയെ സഹിക്കേണ്ട ഒരു സാഹചര്യം ഈ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായി. KC വേണുഗോപാലിന്റെ കുഴപ്പമാണോ? KC വേണുഗോപാൽ കരിമണൽ കളവ് ചെയ്യുന്നത് കർത്തയെ സഹായിക്കുമ്പോ നാട്ടല്ലു പാർട്ടിയില് ഈ ആലപ്പുഴ പാർലമെന്റിൽ ഈ കരിമണൽ കർത്തയെ എന്നോ ഇവിടെ നിന്ന് നാളെ നടത്താൻ സാധിക്കുമായിരുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഇവിടത്തെ ഈ ധാതുവിനെ, കരിമണലിനെ സിർക്കോണിയം, ബ്രൂസൈറ്റ്, മോണോസൈറ്റ് ആക്കി ലോകരാജ്യങ്ങളിൽ വിൽപ്പന നടത്തുന്നത്. വീണമോളാണ്. പിണറായി വിജയന്റെ മകളുണ്ടല്ലോ വീണമോളാണ് കരിമണൽ കർത്തയുടെ ഒരു പാർട്ട്ണർ. വെറുതെ പുസ്തകത്തിൽ നോക്കുകൂടി എഴുതി വെച്ചിരിക്കുകയല്ല. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മണൽ കൊണ്ടുവന്ന് ഇന്ത്യയിലെ മണലുമായി മിക്സ് ചെയ്ത് ലോകരാജ്യങ്ങളിൽ കച്ചവടം ചെയ്യുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വരെ ചേർന്നിട്ടാണ്. ഞാൻ എക്സാലോജിക്കിനെതിരെയാണ്, ഞാൻ പിണറായി വിജയനെതിരെയാണ്, ഞാൻ ഇവിടുത്തെ കരിമണൽ കർത്തയ്ക്കെതിരെയാണ് എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കിയ ഒരു യുവ നേതാവുണ്ട് കോൺഗ്രസിൽ. ആരാ? മാത്യു കോഴനാടൻ.
മാത്യു കുഴൽനാടൻ നല്ല ആളാണെന്ന് ഞാനൊക്കെ വിചാരിച്ചത്. പക്ഷേ ആ KC വേണുഗോപാൽ എന്ന് പറയുന്ന ആനക്കള്ളന് വേണ്ടിയിട്ട് കോടതിയിൽ കോർട്ടിട്ട് ഹാജരാകാൻ മാത്യു കുഴൽനാടൻ തയ്യാറായപ്പോൾ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. മണിമല മാമച്ചന്റെ ഒരു സിനിമയുണ്ട് വെള്ളിമൂങ്ങ. അതിൽ ചില സമയത്ത് മണിമല മാമച്ചനായിട്ടാണ് മാത്യു കുഴൽനാടനെ പോലെയുള്ള ആളുകൾ മാറുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ തലത്തിൽ ഈ പ്രസ്ഥാനത്തിലെ കഴിവും പ്രാപ്തിയുമുള്ള നിരവധി ആളുകളുടെ ജീവിതം ഇല്ലാതായി, അവരെ ദേശീയ തലത്തിൽ അപ്രസക്തരാക്കി. കോൺഗ്രസ് പ്രസ്ഥാനത്തെ മുച്ചൂട് കുടിച്ച് മുൻ മുഖ്യമന്ത്രിമാരുടെ 2 മക്കൾ ഇന്ന് BJPയുടെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒപ്പുവെച്ച കലമ്പോളിയായി. ഒരു രക്ഷയുമില്ല. വണ്ടിയുടെ ക്ലച്ചും ഗീറും എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരാൾ നരേന്ദ്രമോദിക്ക് ബദലായിട്ട് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോ നിങ്ങൾ ചോദിക്കണം, KC വേണുഗോപാൽ കേന്ദ്രമന്ത്രിയായിരുന്നില്ലേ? എന്നിട്ട് എന്നെ ഈ ആലപ്പുഴയുടെ മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കാൻ അന്ന് പറ്റാതിരുന്നത്? ഇപ്പൊ പറ്റി, മോദി വന്നതുകൊണ്ടാണ് സാധിച്ചത്. എന്തേ KC വേണുഗോപാൽ ഇവിടെ നിന്ന് ജയിച്ചു പോയി മന്ത്രിയായിട്ട് ബൈപ്പാസ് കിട്ടാഞ്ഞത്? KC വേണുഗോപാലിന്റെ കാലത്ത് കിട്ടിയോ? കിട്ടിയില്ല. എന്താ കാരണം? നരേന്ദ്രമോദിജിയുടെ കൂടെയുള്ള ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി 20 സുവർണ കോറിഡോറുകൾ കേരളത്തിന് വേണ്ടി പ്രഖ്യാപിച്ചു. 3 ലക്ഷം കോടി രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ റോഡ് കിട്ടിയപ്പോ ആലപ്പുഴ കൂടെ റോഡ് പോവാതെ അപ്പുറത്ത് പണിയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ആലപ്പുഴയ്ക്ക് ദേശീയപാത കിട്ടി. ബോർഡ് വെച്ചിരിക്കുകയാണ് ആരിഫും KC വേണുഗോപാലും. ആ ബോർഡിന്റെ പേരിലാണ് വോട്ടെങ്കിൽ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദി അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരുന്ന സമയത്ത് താമര ചിഹ്നം വെക്കുമല്ലോ എങ്കിൽ ആ താമരയിലായിരിക്കണം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ സഹോദരന്മാരുടെ വോട്ട് എത്തിക്കേണ്ടത്. കാരണം ഇത് നിങ്ങൾക്ക് നൽകിയത് ആരാധനായിട്ട് നരേന്ദ്രമോദി ഗവൺമെന്റാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് ഈ നാടിനെ മാറ്റിമറിക്കണം. നല്ലവരായിട്ടുള്ള സഖാക്കളൊക്കെ പ്രവർത്തിച്ചോട്ടെ, പ്രശ്നമില്ല. പക്ഷേ മയക്കുമരുന്ന് കച്ചവടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഷാനവാസിനെ സഹായിക്കുന്ന സലാമും ആരിഫിനെ പോലെയുള്ള ആളുകൾ മാത്രം മതിയോ? തീവ്രവാദികളെ തേനും പാലും കൊടുത്ത് വളർത്തുന്നവർ മതിയോ? അത് ഈ തെരഞ്ഞെടുപ്പിൽ ചിന്തിച്ചില്ലെങ്കിൽ നമ്മളുടെ നാടും നഗരവും അക്ഷരാർത്ഥത്തിൽ തകർക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നെ ഈ വൈകിയ വേളയിലും കണ്ടതിനെ സ്വീകരിച്ചതിന്, ഇത്രയും നേരം ഇവിടെ ഇരുന്നതിന് എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ്, താമരയിൽ വോട്ടർപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്നേ